ഓക്കെ. സോ വി വർ ഡിസ്കസിങ് അബൌട്ട് കമ്പ്യൂട്ടർ എത്തിക്സ് അല്ലേ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരിക്കുന്നത് കമ്പ്യൂട്ടർ എത്തിക്സ് ആയിരുന്നു. സോ നമ്മൾ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നോക്കി കഴിഞ്ഞ ക്ലാസ്സിൽ? വാട്ട് ഈസ് കമ്പ്യൂട്ടർ എത്തിക്സ്, അതിന്റെ ഡെഫിനിഷൻ എന്താന്നുള്ള കാര്യം നമ്മൾ നോക്കി. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദ ബേസിക് ആസ്പെക്ട്സ് അല്ലെങ്കിൽ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കമ്പ്യൂട്ടർ എത്തിക്സ് ആണ് അല്ലേ? മെയിൻ ആയിട്ട് ഒരു 10 പോയിന്റ്സ് ആണ് അവിടെ വരുന്നത്. അപ്പൊ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്താ നോക്കിയിട്ടുണ്ടായിരുന്നേ? ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇഷ്യൂസ് റിലേറ്റഡ് ടു കമ്പ്യൂട്ടർ എത്തിക്സ് അല്ലെ? കമ്പ്യൂട്ടർ എത്തിക്സ് എന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിൽ വരുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് എന്താണെന്നാണ് നമ്മളിപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ? അവിടെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് അല്ലെ? ഓർമ്മയില്ല എല്ലാവർക്കും? കമ്പ്യൂട്ടർ എത്തിക്സ് മറന്നുപോയോ? ഓക്കെ. ഓഡിബിൾ ആവുന്നില്ലേ വോയിസ്? ഓക്കെ. സോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇഷ്യൂസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ ആദ്യം പറഞ്ഞത് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഈസ് കമ്പ്യൂട്ടർ ആസ് ദ ഇൻസ്ട്രുമെന്റ് ഓഫ് അൺഎത്തിക്കൽ ആക്ട്സ് ആണ് അല്ലെ? അപ്പൊ ആ ഒരു കേസ് എന്ന് പറയുന്നത് എന്താണ്? ഈ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഡിവൈസ് തന്നെ പല രീതിയിലുള്ള പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കേസാണ് അല്ലെ? അതായത് ഡിവൈസ് തന്നെ പല രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ, അതാണ് കമ്പ്യൂട്ടർ ആസ് ഇൻസ്ട്രുമെന്റ് ഓഫ് അൺഎത്തിക്കൽ ആക്ട് എന്ന് പറയുന്ന ഒരു കേസ് നമ്മൾ പറഞ്ഞത്. ദെൻ സെക്കൻഡ് വൺ ഈസ് കമ്പ്യൂട്ടർ ആസ് ദി ഒബ്ജക്ട് ഓഫ് അൺഎത്തിക്കൽ ആക്ട്. അതായത് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഡിവൈസ് യൂസ് ചെയ്തിട്ട് നമ്മൾ പല രീതിയിലുള്ള ക്രൈം ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പല രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കുന്നതാണ് ആ ഒരു സെക്കൻഡ് കേസ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ആസ് ദി ഒബ്ജക്ട്, ഇവിടെ അതൊരു ഒബ്ജക്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നേരെ മറിച്ച് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് അതൊരു ഇൻസ്ട്രുമെന്റ്, അത് തന്നെ പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസ് ആയിരുന്നു അല്ലെ? സോ ദാറ്റ് വാസ് ദി സെക്കൻഡ് വൺ. ദെൻ ആ രണ്ട് കേസാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലെ? അവിടെ വെച്ചാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. സോ ലെറ്റ് us കണ്ടിന്യൂ. നമ്മുടെ തേർഡ് വൺ ടൈപ്പ് ഓഫ് ഇഷ്യൂസിൽ വരുന്ന തേർഡ് വൺ ആണ്, യു ക്യാൻ സീ ഹിയർ, പ്രോബ്ലംസ് റിലേറ്റഡ് ടു ദി ഓട്ടോണമസ് നേച്ചർ ഓഫ് കമ്പ്യൂട്ടർ. ഓക്കെ. സോ ഓട്ടോണമസ് നേച്ചർ, ഈ ഓട്ടോണമസ് എന്നുള്ള വേർഡ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഓട്ടോണമസ്? എനിവൺ? ഓട്ടോണോമസ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? എന്താ? ഇൻഡിപെൻഡന്റ് എന്നുള്ള ഒരു മീനിങ് ആണ് അല്ലെ? യെസ്. അതായത് ഇപ്പം നമ്മൾ എന്താ പറയാ, ഇപ്പം എക്സാക്ട് അതിന്റെ വേർഡ് മീനിങ് എന്താന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പം നമ്മുടെ മലയാളത്തിൽ പറയില്ലേ, ഈ എന്താണ് സ്വയം ഭരണാധികാരം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? സ്വയം ഭരണാധികാരം, അതാണ് ഈ ഓട്ടോണമസ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മളിപ്പം ഓട്ടോണമസ് യൂണിവേഴ്സിറ്റീസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ? ഓട്ടോണമസ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ആ യൂണിവേഴ്സിറ്റിക്ക് തന്നെയാണ് കംപ്ലീറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. അവർക്ക് തന്നെ സ്വന്തമായിട്ട് എക്സാം നടത്താം, എല്ലാം ചെയ്യാം, അവർക്ക് തന്നെയാണ് അതിന്റെ കംപ്ലീറ്റ് ആ പവർ എന്ന് പറയുന്നത്. അതാണ് ഓട്ടോണമസ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഓട്ടോണമസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്ന് വെച്ചാൽ അവർ കംപ്ലീറ്റ് പവർ, ഒരു സ്വയം ഭരണാധികാരം എന്നുള്ള ഒരു മീനിങ് ആണ്. ഓക്കെ. സോ പ്രോബ്ലംസ് റിലേറ്റഡ് ടു ദി ഓട്ടോണമസ് നേച്ചർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ മീൻ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടറിന് ആ ഒരു ഓട്ടോണമസ് പവർ കിട്ടുന്ന ഒരു സിറ്റുവേഷൻ. അതായത് ഇപ്പം നമുക്കറിയാം അല്ലെ, ചില സെർട്ടൈൻ പ്രോസസ് ആയാലും അല്ലെ ചില പ്രൊജക്റ്റുകൾ എടുത്ത് നോക്കിയാൽ അവിടെ കമ്പ്യൂട്ടർ ആയിരിക്കും ആ സെൻട്രൽ റൂൾ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനായിരിക്കും. അതായത് കംപ്ലീറ്റ് കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് ചിലപ്പോൾ കമ്പ്യൂട്ടർ ആയിരിക്കും അല്ലെ? അങ്ങനെയുള്ള ഒരുപാട് കേസസ് നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലെ? കമ്പ്യൂട്ടർ ആയിരിക്കും ഇവിടുത്തെ മെയിൻ ഒരു പവർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനായിരിക്കും. ദാറ്റ് ഈസ് അതിലൂടെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും അല്ലെ? സോ അങ്ങനെ ഈ കമ്പ്യൂട്ടർ ഒരു ഓട്ടോണമസ് നേച്ചർ കിട്ടുന്ന ആ സിറ്റുവേഷൻസ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടാവുന്നുള്ളൊരു കാര്യം, അതാണ് ആ ഒരു തേർഡ് കേസ് ആക്ച്വലി മീൻ ചെയ്യുന്നത്. പ്രോബ്ലംസ് റിലേറ്റഡ് ടു ദി ഓട്ടോണമസ് നേച്ചർ ഓഫ് കമ്പ്യൂട്ടർ. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്ന കേസ് ഈസ് സെക്യൂരിറ്റി റിസ്ക് ആണ്. ഓക്കെ. ഇപ്പൊ സെക്യൂരിറ്റി റിസ്കിനെ പറ്റി നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുള്ള കാര്യം തന്നെ ആയിരിക്കും അല്ലെ? കമ്പ്യൂട്ടർ സെക്യൂരിറ്റി റിസ്ക് എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പം ഈ കമ്പ്യൂട്ടർ വെച്ചിട്ടല്ലേ, കമ്പ്യൂട്ടറിന് നമ്മൾ ഈ ഒരു സെൻട്രൽ റോള് കൊടുക്കുന്ന കേസസിൽ അതുപോലെയുള്ള സിറ്റുവേഷൻസ് വന്നാൽ, അതായത് കമ്പ്യൂട്ടറാണ് കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്യുന്നത്, നമ്മൾ ജസ്റ്റ് കുറച്ച് എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്, ബാക്കിയുള്ള കംപ്ലീറ്റ് ഡീലിങ്സ് നടക്കുന്നത് എന്തായിരിക്കും? ഈ കമ്പ്യൂട്ടർ വെച്ചിട്ടായിരിക്കും അല്ലെ? ആ കമ്പ്യൂട്ടറിനായിരിക്കും അവിടെ കംപ്ലീറ്റ് കൺട്രോൾ എന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ള കേസസിൽ ചിലപ്പോൾ ഇപ്പം നമ്മളെ ഏതെങ്കിലും ഒരു എംപ്ലോയിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ, അതായത് എന്തെങ്കിലും ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് മാറിപ്പോ അങ്ങനെ ചെയ്താൽ അവിടെ കംപ്ലീറ്റ് ആ കാര്യങ്ങൾ കംപ്ലീറ്റ് അവിടെ അവതാളത്തിലാവും അല്ലെ? കംപ്ലീറ്റ് വലിയൊരു
പ്രശ്നമായിട്ട് മാറുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? കാരണം ബാക്കി കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? കമ്പ്യൂട്ടറാണ്. നമ്മൾ മാനുവലി അല്ലല്ലോ ചെയ്യുന്നത്. കമ്പ്യൂട്ടറിനാണ് കംപ്ലീറ്റ് നമ്മൾ പ്രോഗ്രാമും എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ കമ്പ്യൂട്ടർ ആരും കംപ്ലീറ്റ് ചെയ്യുക കാര്യങ്ങളൊക്കെ നടക്കുന്നല്ലേ. നമ്മൾ ജസ്റ്റ് സെർട്ടൻ കുറച്ച് കാര്യങ്ങൾ അതൊന്ന് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ മാനുവലി ചെയ്യുന്നുണ്ടാവും. അപ്പം അങ്ങനെയുള്ള കേസസിലൊക്കെ ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാൽ കംപ്ലീറ്റ് കാര്യങ്ങൾ തന്നെ വലിയ റിസ്ക് ആയിട്ട് മാറുന്നൊരു കേസ് ഉണ്ടല്ലേ. അതായത് ആ കംപ്ലീറ്റ് പ്രോസസ്സ് തന്നെ അവിടെ റിസ്ക് ആയിട്ട് മാറുന്നൊരു കേസ് ഉണ്ട്. ഇപ്പം നമ്മൾ മാനുവലി ആണ് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അതിനൊരു എന്തേലും അത് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അല്ലേ. പക്ഷെ ഇവിടെ എന്താണ്? കമ്പ്യൂട്ടറിനാണ് ആ ഒരു ഓട്ടോണമസ് പവർ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ കയ്യിലാണ്. അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യം സംഭവിച്ചാൽ അവിടെ ആ കംപ്ലീറ്റ് കാര്യം അവിടെ അവതാളത്തിലാവും അല്ലേ. അപ്പൊ അങ്ങനെ പല രീതിയിലും റിസ്ക് സിറ്റുവേഷൻസ് ഉണ്ടാവുന്ന ഒരു കേസ് അല്ലെങ്കിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ആ ഒരു ഫസ്റ്റ് കേസ് മീൻ ചെയ്യുന്നത് കേട്ടോ. സെക്യൂരിറ്റി റിസ്ക് എന്ന് വെച്ചാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ദെൻ സെക്കൻഡ് വൺ ഈസ് ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. യെസ്, സോ ഐ വിൽ റീഡ് ഇറ്റ്. Risk and loss of human lives lost by computer in the operational control of military weapons. There is a dangerous instability in automated defense system. An unexpected error in the software or hardware or a conflict during interfacing between the two may trigger a serious attack and cause irreparable human loss before the error is traced. So the second case എന്ന് പറയുന്നത് ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്സ് ആണല്ലേ. അത് നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞതുമായിട്ട് റിലേറ്റഡ് തന്നെയാണ്. അതായത് ഈ കമ്പ്യൂട്ടറിന് ഓട്ടോണോമസ് നേച്ചർ കിട്ടുന്ന അതുപോലെയുള്ള സിറ്റുവേഷൻസ് വന്നാലും അതിപ്പോൾ മെയിനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ഡിഫൻസ് ഫീൽഡിൽ നമ്മുടെ പ്രതിരോധം, നമ്മുടെ മിലിറ്ററി ഫീൽഡും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഫീൽഡിൽ അപ്പോൾ അവിടെയൊക്കെ നമ്മളിപ്പോൾ എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ അവിടെയൊക്കെ എന്താണ് ഈ കമ്പ്യൂട്ടർ ആയിരിക്കും ചിലപ്പോൾ കംപ്ലീറ്റ് കാര്യങ്ങളും ചിലപ്പോൾ കൺട്രോൾ ചെയ്യുന്നുണ്ടാവും അല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പം മിലിറ്ററി ഫീൽഡൊക്കെ ആണെങ്കിൽ നമ്മൾ പല രീതിയിലുള്ള വെപ്പൺസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ അവിടെയൊക്കെ ചിലപ്പോൾ കമ്പ്യൂട്ടർ കംപ്ലീറ്റ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ചിലപ്പോൾ സിറ്റുവേഷൻസ് ഉണ്ടാവാം അല്ലേ. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ എന്തേലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ ഈ വെപ്പൺസ് ഒക്കെയാണല്ലോ നമ്മൾ മെയിനായിട്ട് അവിടെ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പം എന്തെങ്കിലും ഒരു ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ളൊരു എറർ സംഭവിച്ചാൽ തന്നെ അവിടെ ഒരുപാട് ആൾക്കാരുടെ ലൈഫിനെയാണ് അത് ഇഫക്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ. ഒരുപാട് ആൾക്കാരുടെ ലൈഫാണ് അവിടെ ഡേഞ്ചറസ് സിറ്റുവേഷനിൽ മാറാൻ പോകുന്നത്. അപ്പോൾ എന്താണ് കമ്പ്യൂട്ടറിന്റെ ഈ ഒരു ഓട്ടോണമസ് നേച്ചർ പലപ്പോഴും ഹ്യൂമൻ ബീങ്സിന്റെ അല്ലെ ഹ്യൂമൻ ലൈഫ്സിന് പല രീതിയിൽ അല്ലെ ഹ്യൂമൻ ലൈഫ്സ് ലോസ് ആയി പോകാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാക്കാറുണ്ട് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അതൊരു ഇഷ്യൂ ആയിട്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇഷ്യൂ തന്നെയാണ് അല്ലേ, നമ്മൾ മെയിനായിട്ടും കൺസിഡർ ചെയ്യേണ്ട ഒരു ഇഷ്യൂ തന്നെയാണ്. കമ്പ്യൂട്ടേഴ്സിന് നമ്മൾ പലപ്പോഴും ഈ ഒരു പവർ കൺട്രോളിങ് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സിന് മുകളിൽ നമ്മൾ കംപ്ലീറ്റ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ എറർ സംഭവിച്ചാൽ എന്താവും? ഇതുപോലുള്ള പല രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. മെയിനായിട്ട് നമ്മുടെ ഡിഫൻസ് ഫീൽഡിലാണ് ഇത് വരുന്നത്. കാരണം അവിടെയാണ് വെപ്പൺസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ചെറിയ എറർ വന്നാൽ അവിടെയുള്ള കംപ്ലീറ്റ് ആൾക്കാരുടെ ലൈഫിനെയാണത് ലൈഫ് നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവിടെ വരുന്നത് അല്ലേ. അപ്പോൾ അതും എന്താണ് കമ്പ്യൂട്ടറുമായിട്ട് അല്ലെ കമ്പ്യൂട്ടർ എത്തിക്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ടും മെൻഷൻ ചെയ്യേണ്ട ഒരു ഇഷ്യൂ തന്നെയാണ് ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ് എന്ന് പറയും. എപ്പോഴാണ് കമ്പ്യൂട്ടറിന് നമ്മൾ ഈ ഒരു ഓട്ടോണമസ് നേച്ചർ ഈ ഒരു ഓട്ടോണമസ് പവർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അല്ല അങ്ങനെ ഒരു സിറ്റുവേഷനിലുള്ള സമയത്ത് വരുന്നൊരു ഇഷ്യൂ. ഓക്കെ, ക്ലിയർ ആയോ? നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതുപോലെയുള്ള ഇഷ്യൂസ് ഒക്കെ ഒരുപാടല്ലേ. ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ, so that is the second one. Then രണ്ട് കേസേ ഇവിടെ വരുന്നുള്ളൂ കേട്ടോ. ഓട്ടോണമസ് നേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പറയുന്ന സമയത്ത് മെയിനായിട്ട് രണ്ട് കേസ് നമുക്കിവിടെ പറയാനുള്ളൂ. ഒരുപാട് കേസ് ഉണ്ടാവാം, പക്ഷേ നിങ്ങൾക്ക് മെയിനായിട്ട് ഈ രണ്ട് കേസ് എടുത്ത് പറഞ്ഞിട്ടുള്ളൂ. ദ വൺ ഈസ് സെക്യൂരിറ്റി റിസ്ക്, സെക്കൻഡ് വൺ ഈസ് ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്സ്. അതായത് കമ്പ്യൂട്ടറിന് നമ്മൾ ആ ഒരു കംപ്ലീറ്റ് കൺട്രോൾ കൊടുക്കുന്ന സിറ്റുവേഷൻസിൽ ഇതുപോലെയുള്ള പല രീതിയിലുള്ള റിസ്കുകൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലേ. So that is problem related to the autonomous nature of computers. Okay. Then fourth one, നമ്മളിപ്പോൾ ഓൾറെഡി 3 പ്രോബ്ലംസ് പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ടൈപ്പ് ഓഫ് ഇഷ്യൂസിൽ നമ്മൾ 3 കേസ് പറഞ്ഞു കഴിഞ്ഞു. ദെൻ നമുക്ക് നോക്കാനുള്ളത് ഫോർത്ത് വൺ ആണ്. അപ്പോൾ ഫോർത്ത് വൺ എന്ന് പറയുമ്പോൾ the ethical problems related to this computer ethics ആണ്, അല്ലെങ്കിൽ the ethical problems initiated by computers in the workplace.
നമ്മളെ വർക്ക് പ്ലേസിൽ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള എത്തിക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ എത്തിക്കൽ പ്രോബ്ലംസ് ആണ് നമ്മുടെ നാലാമത്തെ ഒരു കേസ് എന്ന് പറയുന്നത്. ടൈപ്പ് ഓഫ് ഇഷ്യൂസിൽ നാലാമത്തെ വൺ ഈസ് ദ എത്തിക്കൽ പ്രോബ്ലംസ് ഇനീഷ്യേറ്റഡ് ബൈ കമ്പ്യൂട്ടേഴ്സ് ഇൻ ദി വർക്ക് പ്ലേസ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. എലിമിനേഷൻ ഓഫ് റുട്ടീൻ ആൻഡ് മാനുവൽ ജോബ്സ്. So നോക്കുക, this leads to unemployment, but the creation of skilled and IT-enabled service jobs are more advantageous for the people. Initially, this may require some upgradation of their skills and knowledge, but a formal training will set this problem right. For example, in the place of a typist, we have a programmer or an accountant. ഓക്കെ, സോ ദ ഫസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ എത്തിക്കൽ വൈസ് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ വർക്ക് പ്ലേസിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ഫസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് എലിമിനേഷൻ ഓഫ് റുട്ടീൻ ആൻഡ് മാനുവൽ ജോബ്സ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ ഈ കമ്പ്യൂട്ടറിന്റെ ഇൻവെൻഷൻ എന്ന് പറയുന്നത് മെയിനായിട്ടും അൺഎംപ്ലോയ്മെന്റിന് ഒരുപാട് രീതിയിലുള്ള ഒരു കാരണമായിട്ടുണ്ട് അല്ലേ. ഒരുപാട് ആൾക്കാർക്ക് ജോബ് നഷ്ടപ്പെടാനുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ട് നമ്മുടെ ഈ കമ്പ്യൂട്ടേഴ്സിന്റെ ഇൻവെൻഷൻ എന്ന് പറയുന്നത് അല്ലേ. മെയിനായിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പണ്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ, ഈ ടൈപ്പിംഗ് എന്ന് പറയുന്നൊരു ഇതുണ്ടായിരുന്നില്ലേ, ഫീൽഡ് ഉണ്ടായിരുന്നില്ലേ നമ്മളൊക്കെ ജനറേഷന് കുറച്ച് മുന്നേ, പണ്ടത്തെ ഒരു ജനറേഷൻ അല്ലേ, ടൈപ്പിംഗ് കേട്ടിട്ടില്ലേ നിങ്ങൾ? മെയിനായിട്ടും ആൾക്കാരൊക്കെ ഡിഗ്രി അല്ലെങ്കിൽ ക്ലാസ് പഠിത്തം 10th ഒക്കെ കഴിഞ്ഞാൽ അന്നത്തെ ആൾക്കാർ മെയിനായിട്ടും പോകുന്നത് ഈ ടൈപ്പിംഗ് കോഴ്സിന് വേണ്ടിയിട്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ ടൈപ്പിംഗ്. ടൈപ്പിംഗ് പണ്ട് ഉണ്ടായതാ, പണ്ട് അതായിരുന്നു മെയിൻ ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ടൈപ്പിംഗ് ആയിരുന്നു. എല്ലാ ആൾക്കാരും നമ്മുടെ പഠിത്തം കഴിഞ്ഞാൽ അതിനാണ് പോവുക. അപ്പൊ അത് പോയി കഴിഞ്ഞാൽ നമുക്ക് ജോബ് ഷുവർ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു അല്ലെ. പക്ഷെ എങ്കിലും നമ്മുടെ ഈ കമ്പ്യൂട്ടേഴ്സിന്റെ ഇൻവെൻഷനോടുകൂടെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ആ ഒരു ഫീൽഡ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഡൗൺ ആയി പോയി അല്ലെ, ടൈപ്പിംഗ് എന്ന് പറയുന്ന ആ ഫീൽഡ് അല്ലെ. അപ്പോ അത് പ്രാക്ടീസ് ചെയ്ത് വന്ന് ജോലിയിൽ കയറിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവർക്കൊക്കെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഈ കമ്പ്യൂട്ടേഴ്സിന്റെ ഇൻവെൻഷനോടുകൂടെ അവർക്കൊക്കെ ജോബ് ലോസ് ആവുന്ന ഒരു സിറ്റുവേഷൻ വന്നു, അല്ലെങ്കിൽ അവരൊക്കെ അൺഎംപ്ലോയ്മെന്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ആ ഒരു സിറ്റുവേഷൻ മെയിൻ ആയിട്ട്, അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് മെയിൻ ആയിട്ടും മീൻ ചെയ്യുന്നത് കേട്ടോ. എലിമിനേഷൻ ഓഫ് റുട്ടീൻ ആൻഡ് മാനുവൽ ജോബ്സ്. മാനുവൽ ജോബ്സ് ഒരു പരിധി വരെ നഷ്ടപ്പെടുന്നതിന് ഈ കമ്പ്യൂട്ടേഴ്സ് ഒരു റീസൺ ആയിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ സിറ്റുവേഷൻസിൽ ഇപ്പം കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും ഇതിന്റെ മുന്നേ കുറച്ചു കാലം വരെ ഈ ഒരു സിറ്റുവേഷൻസ്, ഈ ഒരു പ്രോബ്ലംസ് ഉണ്ടായിക്കൊണ്ടിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ്, ഇത് ഓൾമോസ്റ്റ് കുറഞ്ഞു വരുന്നുണ്ടല്ലേ. കാരണം എല്ലാ ആൾക്കാരും എന്തായി ട്രെയിൻഡ് ആവാൻ തുടങ്ങി. കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തിട്ടും അതിന്റെ സ്കില്ലിലും നോളജിനെ പറ്റിയിട്ടൊക്കെ എല്ലാ ആൾക്കാരും ഇപ്പോൾ ട്രെയിൻഡ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ ആയാലും അല്ലെങ്കിൽ ഓൾഡ് ജനറേഷൻ ആയാലും എന്താണ്, എല്ലാവരും അതിനനുസരിച്ച് മാറി മാറി ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. സോ ഇപ്പം ഈ ഒരു പ്രശ്നം ഒരു പരിധി വരെ കുറഞ്ഞു വരുന്നുണ്ട് അല്ലേ. പക്ഷെ ഇതിന്റെ ആദ്യത്തെ ടൈമിൽ എന്തായിരുന്നു, ഈ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും ഉണ്ടായിട്ടുള്ളൊരു ഇഷ്യൂ ആയിരുന്നു ഈ എലിമിനേഷൻ ഓഫ് ദിസ് മാനുവൽ ജോബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് ആ ഒരു ഫസ്റ്റ് പോയിന്റ് മീൻ ചെയ്യുന്നത്, എലിമിനേഷൻ ഓഫ് റുട്ടീൻ ആൻഡ് മാനുവൽ ജോബ്സ്. ഓക്കെ, ദെൻ ദി സെക്കൻഡ് വൺ ഈസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അതിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി ഇതിന് മുന്നത്തെ ഏതോ ഒരു പോയിന്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എന്നാലും നമുക്കൊന്ന് നോക്കാം. The ill effects due to electromagnetic radiation, especially on women and pregnant employees, mental stress, wrist problem known as carpal tunnel syndrome, and back pain due to poor ergonomic seating design, and eye strain due to poor lighting and flickers in the display and long exposure have been reported worldwide. Over a period of long exposure, these are expected to affect the health and safety of the people. The computer designers should take care of these aspects, and management should monitor the health and safety of the computer personnel. Okay, അതായത് നമുക്ക് എന്താണ്, ഈ കമ്പ്യൂട്ടറിന്റെ യൂസേജ് കൊണ്ട് പല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് ഉണ്ടാകുന്നുണ്ട് അല്ലേ നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്. സോ ഇത് എത്തിക്കലി നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ വലിയൊരു ഇഷ്യൂ തന്നെയാണ് ഹെൽത്ത് പ്രോബ്ലം എന്ന് പറയുന്നത് അല്ലെ. മെയിനായിട്ട് ഇപ്പം എന്താണ്, നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് ആണ് അതിൽ നിന്ന് ഇജക്റ്റ് ആയിക്കൊണ്ടേ ഇരിക്കുന്നത് അല്ലേ. അപ്പൊ അത് നമ്മുടെ ബോഡിക്ക് എന്ന് പറയുന്നത് ഒരു പരിധിവരെ നമുക്ക് ഹാംജായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. മെയിനായിട്ടും നമ്മുടെ വിമൻസിനാണ്, ലേഡീസിനാണ് അത് മെയിനായിട്ട് ഇഫക്ട് ചെയ്യുന്നത്. ലേഡീസിനും അതുപോലെ തന്നെ പ്രഗ്നന്റ് പീരീഡിലുള്ള സമയത്ത് അവർ എംപ്ലോയീസ് ഉണ്ടാവില്ല, പ്രഗ്നന്റ് പീരീഡിലുള്ള സമയത്ത് ഉണ്ടാവില്ല. അപ്പൊ അവർക്കും ആണ് ഈ മെയിനായിട്ടും ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വഴി ഹെൽത്തിന് ഇഷ്യൂ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മെന്റൽ സ്ട്രെസ്, അത് ഒബ്വിയസ് ആയിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലേ. നമ്മളിപ്പം കമ്പ്യൂട്ടേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് ചിലപ്പോൾ
മെന്റലി നമ്മൾ സ്ട്രെസ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. വർക്കിന്റെ കൂടെ തന്നെ ഈ കമ്പ്യൂട്ടേഴ്സിന്റെ യൂസേജും പ്ലസ് ബോഡി പെയിനും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മെന്റലി ഡൗൺ ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലേ ഈ കമ്പ്യൂട്ടേഴ്സിന്റെ യൂസേജ് കൊണ്ട്. പിന്നെ അതുപോലെ തന്നെ പറയുന്നത് എന്താണ്, റിസ്റ്റ് പ്രോബ്ലം നോൺ ആസ് കാർപ്പൽ ടണൽ സിൻഡ്രോം. യെസ്, നമ്മൾ കമ്പ്യൂട്ടേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഫോർ അവേഴ്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ റിസ്റ്റിനൊക്കെ ഓട്ടോമാറ്റിക്കലി പെയിൻ വരാൻ തുടങ്ങും അല്ലേ. അപ്പൊ അതിങ്ങനെ യൂസ്ഡായി വരുന്ന സമയത്ത് എന്താവും, ആ പ്രോബ്ലം വളരെ സിവിയർ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് ആ പ്രോബ്ലത്തിനെയാണ് ആക്ച്വലി കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. റിസ്റ്റിന് വരുന്ന ഇഷ്യൂ ആണ്. അപ്പൊ അതും ഈ കമ്പ്യൂട്ടറിന്റെ യൂസേജ് കൊണ്ട് നമ്മുടെ ഹെൽത്തിന് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം ആണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ബാക്ക് പെയിൻ ഉണ്ടാവും അല്ലേ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പം ഓഫ് കോഴ്സ് നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാവും. and അതുപോലെ തന്നെ നമ്മുടെ കണ്ണിനും എന്താണ് വളരെയധികം ഇഫക്റ്റ് ചെയ്യുന്ന കാര്യം തന്നെയാണ് കമ്പ്യൂട്ടറിന്റെ യൂസേജ് അല്ലേ. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം സോഫ്റ്റ്വെയർ ഫീൽഡോ അല്ലെങ്കിൽ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവരോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ബാക്ക് പെയിനും ഐ ഇഷ്യൂസ് ഒക്കെ ഒരുപാട് ഉണ്ടാകുന്ന കേസാണ് അല്ലേ. ഇതുപോലെ പല രീതിയിലും എന്തുണ്ടാക്കുന്നുണ്ട്, നമ്മുടെ ഈ കമ്പ്യൂട്ടേഴ്സിന്റെ യൂസേജ് ഒരു പരിധി വരെ നമുക്ക് ഹെൽത്തിനെ ഒരുപാട് നെഗറ്റീവായിട്ട് ഇഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ കമ്പ്യൂട്ടേഴ്സിന്റെ ഡിസൈനേഴ്സ് അല്ലെങ്കിൽ ഇനിയെങ്കിലും നമ്മൾ എന്ത് വേണം, ആ ഒരു കാര്യത്തിന് നമ്മൾ കുറച്ചും കൂടെ ടേക്ക് കെയർ കൊടുക്കേണ്ട ഒരു സമയമാണല്ലേ. കാരണം നമ്മുടെ ഹെൽത്തിനെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഇത് ഇഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതും എന്താണ്, നമ്മുടെ ഈ കമ്പ്യൂട്ടേഴ്സ് യൂസേജ് കൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആയിട്ട് വരുന്നൊരു സിറ്റുവേഷനാണ്. അല്ലെങ്കിൽ എത്തിക്കൽ ഇഷ്യൂ ആയിട്ട് നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, health and safety issues. Okay. Then third one is computer failure. Failures in computers may be due to errors in the hardware or software. Hardware errors are rare and they can be solved easily and quickly. But software errors are very serious as they can stop the entire network. Testing and quality systems for software have gained relevance and importance in the recent past to avoid or minimize these errors. So computer failures നമുക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണല്ലേ. കമ്പ്യൂട്ടേഴ്സിന്റെ കേസിൽ ഉണ്ടാകുന്ന ഏത് ഫെയിലിയറിനെയും നമുക്ക് ജനറലി കമ്പ്യൂട്ടർ ഫെയിലിയർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അതിപ്പോൾ വെദർ ഇറ്റ് ഈസ് സോഫ്റ്റ്വെയർ ഓർ ഇറ്റ് ഈസ് ഹാർഡ്വെയർ, ഏത് കേസിലായാലും ഫെയിലിയേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടല്ലേ. അപ്പോൾ അതിപ്പോൾ നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും പ്രസന്റേഷനോ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഒരുപാട് ആൾക്കാർ നമ്മളെ കേൾക്കാൻ ഇരിക്കുന്നുണ്ടാവും അല്ലേ. അവർക്ക് വേണ്ടിയിട്ടാണല്ലോ പ്രസന്റേഷനോ അല്ലെങ്കിൽ പ്രൊജക്റ്റോ ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഹാർഡ്വെയറോ സോഫ്റ്റ്വെയറോ എന്തെങ്കിലും ഒരു എറർ വന്നാൽ അതവിടെ വലിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ടല്ലേ. കാരണം കുറേ ആൾക്കാർ അവരുടെ ടൈമാണ് നമുക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുന്ന സമയത്ത് അവർക്കൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഇത് നമ്മൾ ചെയ്യുന്ന വർക്ക് അവിടെ സ്റ്റോപ്പ് ആയില്ലേ പതുക്കെ വെച്ചിട്ട്. അപ്പോൾ ഇരിക്കുന്ന ആൾക്കാർക്ക് എന്താണ്, അവരുടെ ഇടയിൽ ഇതൊരു കോൺഫ്ലിക്റ്റ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ എത്തിക്കലി വൈസ് നോക്കുമ്പോൾ, എത്തിക്കൽ വ്യൂ പോയിന്റിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിനൊരു ഇഷ്യൂ ആയിട്ട് പറയാൻ പറ്റും. എത്തിക്കലി അനലൈസ് ചെയ്യുമ്പോൾ മാത്രമാണ്, ആ രീതിയിൽ മാത്രമേ അതിനൊരു പ്രോബ്ലം ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അവിടെ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ടാവുമല്ലോ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആകുമ്പോൾ. അപ്പോൾ എത്തിക്കലി പോയിന്റ്സ് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ചെറിയ ഇഷ്യൂ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കേസാണ്. കാരണം അത്രയും ആൾക്കാരുടെ ടൈമാണ് നമ്മളിവിടെ വേസ്റ്റ് ആയി പോകുന്നത്. ഇതുപോലെയുള്ള പെട്ടെന്ന് എന്തെങ്കിലും എറർ സംഭവിക്കും. അപ്പോൾ അതും നമുക്ക് എന്ത് പറയാം, ഈ കമ്പ്യൂട്ടേഴ്സ് കാരണമാണല്ലോ ഇത് ഉണ്ടാവുന്നത് അല്ലേ. കമ്പ്യൂട്ടേഴ്സാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇഫ് യു അനലൈസ് ഇൻ എൻ എത്തിക്കൽ മാനർ നമുക്ക് ഇതും എന്ത് പറയാൻ പറ്റും, ഈ കമ്പ്യൂട്ടർ ഫെയിലിയറിനെയും നമുക്കൊരു ഇഷ്യൂ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ അത്രയാണ് മെയിനായിട്ടും ഈ എത്തിക്കൽ പ്രോബ്ലംസ് ഇനീഷ്യേറ്റഡ് ബൈ കമ്പ്യൂട്ടേഴ്സിന്റെ കേസിൽ വരുന്നത്. വർക്ക് പ്ലേസുമായിട്ട് റിലേറ്റഡ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എലിമിനേഷൻ ഓഫ് റുട്ടീൻ ആൻഡ് മാനുവൽ ജോബ്സ്. ദെൻ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഫെയിലിയേഴ്സ്, കമ്പ്യൂട്ടറിൽ പെട്ടെന്ന് എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടാകുമ്പോൾ നമ്മളെന്തെങ്കിലും വർക്കിൻ്റെ ഇടയിൽ ഇപ്പം പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് അത് അവിടെ ഇരിക്കുന്ന അല്ല ബാക്കിയുള്ള ആൾക്കാരുടെ ഇടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെ ഉണ്ടാക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അത് എത്തിക്കലി വെച്ച് നോക്കുവാണെങ്കിൽ അത് നമുക്കൊരു ഇഷ്യൂ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയാണ് 4 പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തത് ടൈപ്പ് ഓഫ് ഇഷ്യൂസിൽ അഞ്ചാമത്തതാണ് പ്രോപ്പർട്ടി ഇഷ്യൂസ് കൺസേൺ വിത്ത് കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഇഷ്യൂസ്. ഓക്കെ, അപ്പോൾ അത് കുറച്ച് പോയിന്റ്സ് ആണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താ, കമ്പ്യൂട്ടേഴ്സ് ഹാവ് ബീൻ യൂസ്ഡ് ടു എക്സ്റ്റോർട്ട് മണി ത്രൂ അനോണിമസ് ടെലിഫോൺ കോൾസ്. ഇത് നമുക്ക് ഒരുപാട് ചിലപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലേ, നമുക്ക് എല്ലാവർക്കും പല രീതിയിലുള്ള എന്താണ്
പൈസ പൈസ തട്ടാൻ വേണ്ടിയിട്ട് പല രീതിയിലും എന്ത് ചെയ്തിട്ടുണ്ട്, ആൾക്കാർ കമ്പ്യൂട്ടേഴ്സിനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. പല രീതിയിലുള്ള കോൾസും മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആൾക്കാർ കമ്പ്യൂട്ടേഴ്സിനെ മിസ്യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട് അല്ലേ ഇപ്പം. അപ്പം അതെന്താണ്, ഈ പ്രോപ്പർട്ടി ഇഷ്യൂ അല്ലെങ്കിൽ പ്രോപ്പർട്ടി കമ്പ്യൂട്ടേഴ്സായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയുന്ന സമയത്ത് നമുക്ക് റൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി ഇഷ്യൂ ആണ് ഈ എക്സ്റ്റോർഷൻ ഓഫ് മണി എന്ന് പറയുന്നത് ത്രൂ ദിസ് കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ. പിന്നെയുള്ളത്, കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ടു ചീറ്റ് ആൻഡ് സ്റ്റീൽ ബൈ കറന്റ് ആസ് വെൽ ആസ് പ്രീവിയസ് എംപ്ലോയീസ്. എംപ്ലോയീസിന് പല രീതിയിലും ചീറ്റിങ്സും കാര്യങ്ങളും ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് ജനറലി അല്ലേ, അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ല. പിന്നെയുള്ളത് ചീറ്റിംഗ് ഓഫ് ആൻഡ് സ്റ്റീലിംഗ് ഫ്രം ദി കസ്റ്റമേഴ്സ് ആൻഡ് ക്ലയൻസ്. അതൊന്നും ഇന്നത്തെ കാലത്ത് മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. പല രീതിയിലും നമ്മൾ കസ്റ്റമേഴ്സിനെയും ക്ലയൻസിനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കമ്പ്യൂട്ടേഴ്സിന്റെ യൂസേജ് കൊണ്ട് നമ്മൾ ചീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ആ ഒരു പ്രോപ്പർട്ടി റൈറ്റ്, കാരണം നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ നമുക്കാണ് അതിന്റെ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയും അല്ലേ. അപ്പോൾ ആ റൈറ്റ് നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുവാണ്, കസ്റ്റമേഴ്സിനെയും ക്ലയൻസിനെയും ഒക്കെ ചീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതെന്താണ്, ഒരു പ്രോപ്പർട്ടി ഇഷ്യൂ തന്നെയാണ്. കാരണം അതിന്റെ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത് നമുക്കല്ലേ അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, വലിയൊരു ഇഷ്യൂ തന്നെയാണ് അല്ലേ. പിന്നെ അതുപോലെ വയലേഷൻ ഓഫ് കോൺട്രാക്ട് ഓൺ കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസസ്. നമുക്ക് എന്തെങ്കിലും ഈ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും കോൺട്രാക്റ്റോ മറ്റോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടിന്റെ ബേസിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വയലേറ്റ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്, ഇതിന്റെ മുകളിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഇഷ്യൂ തന്നെയാണ്. ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ജനറലി പറയാൻ പറ്റുന്ന പ്രോപ്പർട്ടി ഇഷ്യൂസ് കൺസേൺ ടു ദിസ് കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ആ ഒരു കമ്പ്യൂട്ടേഴ്സിന്റെ പ്രോപ്പർട്ടി റൈറ്റ് നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ട് നമ്മൾ കമ്മിറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഇഷ്യൂസ് ആണ് ഈ മെയിനായിട്ട് ഒരു 4 എന്ന് പറയുന്നത്. അതായത് മെയിനായിട്ട് നമ്മൾ മണി എക്സ്റ്റോർഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എംപ്ലോയീസിനെ ചീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ഓർ ക്ലയൻസിനെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് പല രീതിയിലുള്ള കോൺട്രാക്ട്സ് വയലേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസും ഉണ്ട്. ഓക്കെ. സോ ദീസ് ആർ ദി വേരിയസ് പ്രോപ്പർട്ടീസ് ഇഷ്യൂസ് റിലേറ്റഡ് ടു കമ്പ്യൂട്ടേഴ്സ്. ക്ലിയർ ആയോ? ഇത്രയാണ് നമുക്ക് മെയിനായിട്ടും കമ്പ്യൂട്ടർ എത്തിക്സിനെ പറ്റിയിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ. നിങ്ങളുടെ സിലബസിൽ മെയിനായിട്ടും പോയിന്റ് ഔട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കമ്പ്യൂട്ടർ എത്തിക്സ് ആൻഡ് വാട്ട് ആർ ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കമ്പ്യൂട്ടർ എത്തിക്സ് ആൻഡ് വാട്ട് ആർ ദി ഡിഫറെന്റ് ഇഷ്യൂസ് റിലേറ്റഡ് ടു ദിസ് കമ്പ്യൂട്ടർ എത്തിക്സ് അല്ലെങ്കിൽ ദിസ് കമ്പ്യൂട്ടർ ഫീൽഡ്. ക്ലിയർ ആയോ? കമ്പ്യൂട്ടർ എത്തിക്സിനെ പറ്റിയിട്ടൊരു ഐഡിയ കിട്ടിയ? ഓക്കെ അല്ലേ? സ്പീഡാവുന്നുണ്ടോ? ക്ലാസ് സ്പീഡാവുന്നുണ്ടോ? ഓക്കെ. സോ ക്ലിയർ അല്ലേ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കമ്പ്യൂട്ടർ എത്തിക്സിനെ പറ്റിയിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. ജനറലി അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എക്സാമിനൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് കേട്ടോ ഈ കമ്പ്യൂട്ടർ എത്തിക്സും അല്ലെങ്കിൽ എൻവയോൺമെന്റൽ എത്തിക്സ് ഒക്കെ. നിങ്ങൾക്ക് നന്നായിട്ട് എഴുതി ഫലിപ്പിക്കാൻ പറ്റുന്ന ഈ ഏരിയ ആണ്. മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സെഷൻസ് ആണ് ഇതൊക്കെ കേട്ടോ. സോ ക്ലിയർ അല്ലേ? നമുക്ക് നെക്സ്റ്റ് മൂവ് ചെയ്തൂടെ? ഇതെന്താടാ പറഞ്ഞ ആകെ 2-3 പേർക്ക് മാത്രമല്ലേ റെസ്പോൺസ് ഉള്ളൂ, ബാക്കി ആരും ഉണ്ട് ഒന്നും മിണ്ടാത്തെ? ഇത് ചോദിക്കുമ്പോൾ മാത്രമല്ലേ പറയുന്നുള്ളൂ. നിങ്ങളിത് തമാശയും കളിയായിട്ട് എടുക്കുന്നേ. എക്സാം ഉണ്ടാവില്ല എന്നൊന്നും ആരും വിചാരിക്കണ്ട കേട്ടോ. എക്സാം ഒക്കെ ഉറപ്പായിട്ടും ഉണ്ടാവും. S5 S7 എക്സാമിന്റെ രജിസ്ട്രേഷൻ വന്നു. ഡിസംബറിലാണ് അവരുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. S5 S7. ഇനിയിപ്പോൾ അടുത്ത് തന്നെ നിങ്ങൾ S3 വരും കേട്ടോ. ഇനി കോണ്ടാക്ട് ക്ലാസ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഈ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നിങ്ങൾ എക്സാം എഴുതാൻ പോകേണ്ടത്. സോ തമാശയായിട്ട് എടുക്കേണ്ടത് സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ. സെക്കൻഡ് സെമ്മിൽ നടന്ന പോലെ എക്സാം ഇല്ലാത്തൊരു സിറ്റുവേഷൻ എന്തായാലും ഉണ്ടാവില്ല. കാരണം ഓൾറെഡി ഇപ്പം സപ്ലിമെന്ററി എക്സാംസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഡിസംബറിൽ നിങ്ങളുടെ ഹയർ സെമ്മിന്റെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ ബാക്കിൽ തന്നെ നിങ്ങൾക്കും രജിസ്ട്രേഷൻ ഇപ്പോൾ വരും. ഓക്കെ. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുക. ക്ലാസ്സിൽ മനസ്സിലാകുന്നില്ലെങ്കിൽ അപ്പം തന്നെ ചോദിക്കുക കേട്ടോ. നിങ്ങളുടെ റെസ്പോൺസ് ഉണ്ടെങ്കിൽ നമുക്കും എന്തെങ്കിലും അതിനെ പറ്റിയിട്ട് ഒരു ഇതുണ്ടാവുള്ളൂ. നിങ്ങളിങ്ങനെ മിണ്ടാതിരുന്നതിനെ കൊണ്ട് എന്താ കാര്യം? റെസ്പോണ്ട് ചെയ്യണം കേട്ടോ.
എന്നാലല്ലേ നമുക്കും കുറച്ചുകൂടെ താല്പര്യത്തോടെ ഇൻട്രസ്റ്റ് ആയിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങളിങ്ങനെ മിണ്ടാതിരുന്നതിനെ കൊണ്ട് എങ്ങനെയാടാ? മനസ്സിലാവുന്നില്ലെങ്കിൽ മനസ്സിലാവുന്നില്ല പറയുക, അല്ലെങ്കിൽ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരാൻ പറയണം കേട്ടോ. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എഞ്ചിനീയേഴ്സ് ആസ് മാനേജേഴ്സ്. ഓക്കെ, സോ നമ്മൾ ഇതിലെ മുന്നത്തെ ചാപ്റ്ററിലൊക്കെ എഞ്ചിനീയേഴ്സ് ആസ് എക്സ്പെരിമെന്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് ആസ് ആൻ എക്സ്പെരിമെന്റർ എഞ്ചിനീയേഴ്സിന്റെ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ആസ് എ മാനേജർ, അതായത് നിങ്ങൾ ജോലി, അതായത് നിങ്ങൾ ഫീൽഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് കുറേ വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാനേജർ പോസ്റ്റിലേക്ക് നിങ്ങൾ പ്രൊമോട്ട് ആവും അല്ലേ? അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എന്തായിട്ടും എത്തിച്ചേരും. അപ്പോൾ ആ ഒരു മാനേജീരിയൽ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ ആസ് എ മാനേജർ എന്ന രീതിയിൽ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ, ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എഞ്ചിനീയേഴ്സ് ആസ് മാനേജേഴ്സ്. ചെറിയൊരു സെക്ഷനാണ്, ഈ ഒരു 3 പോയിന്റ്സ് മാത്രമേ ഇവിടെ പഠിക്കാനുള്ളൂ. ആസ് എ മാനേജർ നിങ്ങൾ ചെയ്തിരിക്കേണ്ട ഡ്യൂട്ടീസ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ദി ഫസ്റ്റ് വൺ ഈസ് പ്രൊമോട്ട് ആൻ എത്തിക്കൽ ക്ലൈമറ്റ് ത്രൂ ഫ്രെയിമിംഗ് ഓർഗനൈസേഷൻ പോളിസീസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ബൈ പേഴ്സണൽ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ അല്ലേ? അപ്പോൾ നമുക്കറിയാം, നിങ്ങളിപ്പം നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞ് നിങ്ങളുടെ ഫീൽഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഒരു എംപ്ലോയി ആയിട്ടാണ് നിങ്ങളുടെ ജോയിൻ ചെയ്യുക അല്ലേ? സോ അതിൽ കഴിഞ്ഞ് എന്താണ്, ആസ് ടൈം പാസസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, പ്രൊമോഷൻ കിട്ടി, നിങ്ങൾ മാനേജറിയൽ ലെവലിലേക്ക് എത്തും അല്ലേ? സോ ആ ഒരു മാനേജർ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കണം? ഒരു എംപ്ലോയി എന്ന നിലയിൽ നിങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങളല്ല നിങ്ങളൊരു മാനേജർ എന്ന നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടത് അല്ലേ? സോ ആ ഒരു പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്തിരിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ത് എന്ന് പറയുന്നത്? പ്രൊമോട്ട് ആൻ എത്തിക്കൽ ക്ലൈമറ്റ് ത്രൂ ഫ്രെയിമിംഗ് ഓർഗനൈസേഷൻ പോളിസീസ്, റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ബൈ പേഴ്സണൽ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ്. സോ ഒരു മാനേജർ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അവിടെ പവർ അല്ലെങ്കിൽ കൺട്രോൾ എന്ന് പറയുന്നത്. ആ ഒരു ഓർഗനൈസേഷൻ്റെ മാനേജർ എന്ന് പറഞ്ഞാൽ മാനേജർക്കാണല്ലോ അവിടെ മെയിൻ ആയിട്ടുള്ളൊരു കൺട്രോൾ എന്ന് പറയുന്നത് അല്ലേ? അപ്പം നിങ്ങൾക്കാണ് ആ കംപ്ലീറ്റ് ഓർഗനൈസേഷൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ മേലിലാണ് അല്ലേ? അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും എന്ത് വേണം? ആ ഒരു ഓർഗനൈസേഷൻ നിങ്ങളൊരു മാനേജർ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ എന്ത് വേണം? അവിടെ നിങ്ങളൊരു എത്തിക്കൽ ക്ലൈമറ്റ് നിങ്ങൾ മസ്റ്റായിട്ടും പ്രൊവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം ഒരു എത്തിക്കൽ ക്ലൈമറ്റ് അല്ലേ? ആ ഒരു എത്തിക്കൽ ക്ലൈമറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പല രീതിയിലുള്ള ഇഷ്യൂസും കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ മുന്നേയുള്ള ചാപ്റ്റേഴ്സിൽ പഠിച്ചിട്ടുണ്ടല്ലേ? എത്തിക്കലി നമ്മൾ പോയിട്ടില്ലെങ്കിൽ ഉണ്ടാവാൻ ചാൻസുള്ള ഒരുപാട് ഇഷ്യൂസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നിങ്ങൾ ആസ് എ മാനേജർ എന്ന രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വേണം? മസ്റ്റായിട്ടും നിങ്ങൾ ഒരു എത്തിക്കൽ ക്ലൈമറ്റ് അല്ലെങ്കിൽ ഒരു എത്തിക്കൽ എൻവയോൺമെന്റ് നിങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യണം. അതെങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? ഒരു സ്റ്റാൻഡർഡൈസേഷൻ സെറ്റ് ചെയ്യണം അല്ലേ? ആദ്യം ഓർഗനൈസേഷൻ ആയിട്ടുള്ള പോളിസീസ് ക്രിയേറ്റ് ചെയ്യുക, നല്ല രീതിയിൽ ഫ്രെയിം ചെയ്യുക, നല്ല ഓർഗനൈസേഷന്റെ ബെറ്ററിന് വേണ്ടിയിട്ടുള്ള അതേ രീതിയിലുള്ള നല്ല പോളിസീസ് ഫ്രെയിം ചെയ്യുക. പിന്നെ നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ ആറ്റിറ്റ്യൂഡ്സും നിങ്ങളുടേതായിട്ടുള്ള പേഴ്സ്പെക്റ്റീവ്സും കാര്യങ്ങളൊക്കെ ഇൻപുട്ടായിട്ട് കൊടുക്കുക. നിങ്ങളുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാവില്ല. അപ്പം അതൊക്കെ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ ഫ്രെയിം ചെയ്തിട്ട് നിങ്ങളുടെ താഴെയുള്ള എംപ്ലോയീസിലേക്ക് പ്രൊവൈഡ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ നല്ല രീതിയിലൊരു ക്ലൈമറ്റ് ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എത്തിക്കലി നല്ല രീതിയിൽ ആ ഒരു ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലേ? സോ ദ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എഞ്ചിനീയർ ആസ് എ മാനേജർ ഈസ് promote an ethical climate through framing organization policies, responsibilities and by personal attitudes and obligations. Okay, then second one, രണ്ടാമത്തെ നിങ്ങളുടെ ഡ്യൂട്ടി അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് റിസോൾവിംഗ് കോൺഫ്ലിക്ട്സ് ബൈ ഇവോൾവിംഗ് പ്രയോറിറ്റി, ഡെവലപ്പിംഗ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ്, ജനറേറ്റിംഗ് വാരിയസ് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ടു പ്രോബ്ലംസ്. അതായത് ഇപ്പം ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ എന്താണ്, ഉറപ്പായിട്ടും അവിടെ പല രീതിയിലുള്ള ഇഷ്യൂസ് റൈസ് ചെയ്ത് വരാനുള്ള ചാൻസ് ഉണ്ടല്ലേ? കാരണം ഒരുപാട് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമല്ലേ? അപ്പോൾ പല രീതിയിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? സോ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളാണ് അവിടുത്തെ മാനേജർ എങ്കിൽ നിങ്ങൾക്കാണ് അത് സോൾവ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യുന്നതിൽ നിങ്ങൾ എപ്പോഴും എന്തായിരിക്കണം? ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം.
അപ്പോൾ എങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത്? റിസോൾവിംഗ് കോൺഫ്ലിക്ട് ബൈ ഇവോൾവിംഗ് പ്രയോറിറ്റി, ഡെവലപ്പിംഗ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ്, ജനറേറ്റിംഗ് വാരിയസ് ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻ ടു പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ അതുപോലെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ വർക്ക് ചെയ്യേണ്ടത്. ഒരു മാനേജർ ആയിക്കഴിഞ്ഞാൽ അല്ലേ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഏറ്റവും പ്രോബ്ലംസ് ഉണ്ടാക്കാതിരിക്കാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ബെറ്റർ ആക്കുക എന്നുള്ളതാണ് അല്ലേ. കാരണം എംപ്ലോയീസിൻ്റെ ഇടയിൽ ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇഷ്യൂസ് ഒന്നും അവിടെ ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല അല്ലേ. സോ അതാണ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ടു ഇൻക്രീസ് ദി അല്ലെങ്കിൽ ടു ഡെവലപ്പ് ദി മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ ദി എംപ്ലോയീസ്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാണെങ്കിൽ അതൊരു പിന്നെയും മോശമായിട്ട് മാറാതിരിക്കാത്ത രീതിയിൽ കുറച്ചും കൂടെ സ്മൂത്തായിട്ട് അതിനെ കൈകാര്യം ചെയ്യാനുള്ളൊരു ഇത് കൂടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അതായത് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ് നല്ല രീതിയിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി കൂടെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ആസ് എ മാനേജർ എന്നുള്ള രീതിയിൽ. ഓക്കെ, സോ അതാണ് ആ ഒരു രണ്ടാമത്തെ പോയിന്റാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ അത് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയും. ആൻഡ് തേർഡ് വൺ നോക്കാം, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ്, കസ്റ്റമേഴ്സ് ആൻഡ് എംപ്ലോയീസ്. They act to develop wealth as well as the welfare of the society. Ethicists project the view that the manager's responsibility is only to increase the profit of the organization, and only the engineers have the responsibility to protect the safety, health, and welfare of the public. But managers have the ethical responsibility to produce safe and good products while showing respect for the human beings, who include the employees, customers, and the public. Hence, the objective for the managers and the engineers is to produce valuable products that are also profitable. Okay, അപ്പോൾ തേർഡ് വൺ എന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ആദ്യം തൊട്ടേ പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ സൊസൈറ്റി ആയിട്ട് ഏറ്റവും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അല്ലേ. സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ ബാക്കിയുള്ള ഫീൽഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സൊസൈറ്റി ആയിട്ട് കുറച്ചുകൂടെ ക്ലോസ്ലി റിലേറ്റഡ് എന്ന് പറയുന്നത് ഈ എഞ്ചിനീയേഴ്സ് ആണ് അല്ലേ. അപ്പോൾ പൊതുവേ ഈ ആൾക്കാരല്ല, പൊതുവേ പറഞ്ഞു വരുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ എഞ്ചിനീയറിംഗ് എംപ്ലോയീസിൻ്റെ ഡ്യൂട്ടിയാണ് ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് സൊസൈറ്റീൻ്റെ സേഫ്റ്റിയും അവരുടെ വെൽഫെയറും അവരുടെ ഹെൽത്തും പബ്ലിക്കിൻ്റെ ഹെൽത്തൊക്കെ നോക്കുക എന്നുള്ളത് ഈ എഞ്ചിനീയറിംഗ് എംപ്ലോയീസിൻ്റെ ഡ്യൂട്ടിയാണെന്നാണ് നമ്മൾ പൊതുവേ പറഞ്ഞു വരുന്നത്. മാനേജേഴ്സ് ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാനേജറിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്ത് മാത്രമാണ്? ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റിന് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് മാനേജറിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്നാണ് പൊതുവേ ഉള്ളൊരു ധാരണ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ എത്തിസിസ്റ്റ് ക്രിട്ടിക്സ് ഒക്കെ ഉണ്ടാവില്ലേ, എത്തിക്സിൻ്റെ ഫീൽഡിലെ ക്രിട്ടിക്സ് ഉണ്ടാവില്ലേ, അപ്പോൾ അവരുടെയൊക്കെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. മാനേജറിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്ത് മാത്രം? ഓർഗനൈസേഷൻ്റെ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് മാത്രമാണ് മാനേജർ ചെയ്യേണ്ടത്. എഞ്ചിനീയറിംഗ് എംപ്ലോയീസ് ആണ് എന്ത് ചെയ്യേണ്ടത്? ഈ സൊസൈറ്റി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത്. അതായത് സൊസൈറ്റിയിലുള്ള ആൾക്കാരുടെ സേഫ്റ്റി, ഹെൽത്ത്, വെൽഫെയർ ഒക്കെ നോക്കേണ്ടത് എഞ്ചിനീയറിംഗ് എംപ്ലോയീസ് ആണെന്നാണ് പൊതുവെയുള്ളൊരു വ്യൂ പോയിന്റ് എന്ന് പറയും. പക്ഷെ ആക്ച്വലി എന്താണ്? അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. ആക്ച്വലി അങ്ങനെയല്ല അല്ലേ. മാനേജേഴ്സിന് കൂടി എന്തുണ്ട്? ആ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടിയുണ്ട് അല്ലേ. അതായത് ഈ എഞ്ചിനീയറിംഗ് എംപ്ലോയീസ് അവരുടെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ അതിനനുസരിച്ച് ഈ ഹയർ പോസ്റ്റിൽ നിൽക്കുന്ന മാനേജേഴ്സ് ആ ഒരു സിറ്റുവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് അവരെന്തൊക്കെ ചെയ്യണമെങ്കിൽ എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് മാനേജേഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അത് നല്ല രീതിയിൽ എംപ്ലോയീസിനും അത് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ അല്ലേ. സോ മാനേജേഴ്സും എന്തായിരുന്നു? ദേ ഓൾസോ ഷുഡ് ഹാവ് ദി എത്തിക്കൽ റെസ്പോൺസിബിലിറ്റി ടു പ്രൊഡ്യൂസ് സേഫ് ആൻഡ് ഗുഡ് പ്രൊഡക്ട്സ് വൈ ഷോയിങ് റെസ്പെക്ട് ഫോർ ദി ഹ്യൂമൻ ബീങ്സ് who include the employees, customers and the public. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എംപ്ലോയീസിൻ്റെ മാത്രം ഒരു ഇതല്ല, മാനേജർ ലെവൽ അല്ലെങ്കിൽ മാനേജേഴ്സും കൂടെ മസ്റ്റായിട്ട് കാണിക്കേണ്ട ഒരു കാര്യമാണ് ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അവരാണ് ആക്ച്വലി എന്ത് പ്രൊവൈഡ് ചെയ്യേണ്ടത്? നമ്മുടെ പബ്ലിക്കിൻ്റെ സേഫ്റ്റിക്കും ഹെൽത്തും വെൽഫെയറിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എംപ്ലോയീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് അവരാണ്. സോ അവർക്കും കൂടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അത് സ്മൂത്തായിട്ട് നടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ആ ഒരു തേർഡ് പോയിന്റിൽ മെയിനായിട്ട് മീൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ആസ് എ മാനേജർ, എഞ്ചിനീയർ നിങ്ങൾ മാനേജർ ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ മെയിനായിട്ടും ചെയ്തിരിക്കേണ്ട ഡ്യൂട്ടീസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിനായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആ 3 പോയിന്റ്സ് മാത്രമേ പഠിക്കാനുള്ളൂ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ഒരു എത്തിക്കൽ
എൻവിയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക. രണ്ടാമത് കോൺഫ്ലിക്ട്സ് ഉണ്ടാകും അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാകുന്ന സമയത്ത് അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ഒരു എബിലിറ്റി അല്ലെങ്കിൽ കാപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക. തേർഡ് വൺ എന്ന് പറയുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കുക. സൊസൈറ്റിയുടെ നല്ലതിന് വേണ്ടിയിട്ട് എപ്പോഴും വർക്ക് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി കൂടെ മാനേജർ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അല്ലാതെ ഓർഗനൈസേഷന്റെ പ്രോഫിറ്റിന് വേണ്ടി മാത്രം വർക്ക് ചെയ്തുകൊണ്ട് കാര്യമില്ല. അതാണ് ആ തേർഡ് 3 പോയിന്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ അത്രയേ ഉള്ളൂ. ആ സെക്ഷനിൽ മെയിനായിട്ട് അത്രയേ ഉള്ളൂ കേട്ടോ. എഞ്ചിനീയേഴ്സ് ആസ് എ മാനേജേഴ്സ് നിങ്ങളുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം. അപ്പൊ അത്രയായാലും ആ ടോപ്പിക് കംപ്ലീറ്റ് ആയി. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് റെസ്റ്റ് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. താങ്ക് യു.